കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് റെഡിയാക്കിയിരിക്കുന്ന നല്ല അടിപൊളി ഒരു ദം ബിരിയാണിയാണ് കേട്ടോ. അപ്പം ദം ബിരിയാണിക്ക് എന്തൊക്കെ വേണമെന്നും എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്നുള്ളതെല്ലാം നമ്മൾ പറഞ്ഞുതരാം. നമ്മൾ ഫസ്റ്റ് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബസ്മതി റൈസാണ്. റൈസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നീളമുള്ള റൈസാണ്. ചിലവർക്ക് ഇഷ്ടമുള്ളത് പൊതുവേ നമ്മുടെ ജീരക റൈസ് ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് ജീരക റൈസ് എടുക്കാം. നമ്മളിപ്പോൾ 1/2 കിലോ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ഏകദേശം ഒരു 3/4 കിലോളം നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. കഴുകി നല്ല രീതിയിൽ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ് കേട്ടോ. എന്നിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെളുത്തുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക്, തക്കാളി, നമ്മുടെ സവാള. അപ്പം അത് ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്ത് എന്തായാലും വെച്ചിരിക്കുന്നതാണ്. നമുക്ക് എന്തായാലും എന്തായാലും ഇതൊക്കെ മാറ്റാം കേട്ടോ. നമ്മൾ കഴുകി വെച്ചിട്ട് നമ്മുടെ ചിക്കനിലേക്ക് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് സവാളയും കാര്യങ്ങളെല്ലാം എടുത്ത് നല്ല രീതിയിൽ അരിയാം. നമ്മൾ ഏകദേശം ഒരു 4 സവാള എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ തക്കാളി ഏകദേശം ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. കൂടുതൽ തക്കാളി എടുത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം പുളിപ്പും കാര്യങ്ങളായപ്പോൾ നമ്മൾ ആവശ്യമുള്ള തക്കാളി മാത്രം എടുത്തിരിക്കുന്നത്. 2 തക്കാളി എടുത്തിട്ടുണ്ട്. അതെന്തായാലും അരിഞ്ഞ് മാറ്റി വെക്കാം. നമ്മൾ എന്നിട്ട് ചീനിച്ചട്ടിക്കകത്ത് നമ്മുടെ വെളിച്ചെണ്ണയെല്ലാം ഒഴിച്ച് അണ്ടിപ്പരിപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ഫസ്റ്റ് വറുത്ത് കോരിയെടുത്ത് മാറ്റി വെക്കാം. അതുപോലെ തന്നെ നമുക്ക് മുന്തിരിങ്ങ ഇട്ട് എന്തായാലും ഒന്ന് ചെറുതായിട്ടൊന്ന് കളറാവുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് എന്തായാലും മാറ്റി വെക്കാം. നമ്മുടെ ദം ബിരിയാണിക്ക് വേണ്ടി നമ്മളിന്ന് വിറകടുപ്പാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. വിറകടുപ്പിനകത്ത് നമ്മൾ കലമെല്ലാം വെച്ച് ദം ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ച് നെയ്യെല്ലാം ഒഴിച്ച് ആവശ്യമുള്ള ഉപ്പെല്ലാം ചേർത്തിട്ടുണ്ട്. ഇതിൽ പിന്നെ ചേർത്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറുകപ്പട്ടയും ഏലക്കയും ഗ്രാമ്പുമാണ് കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ കഴുകി വെച്ചിരിക്കുന്ന അരി നമുക്ക് എന്തായാലും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ അരി ഇടാവൂ. നമ്മൾ എടുത്തിരുന്ന അരി എന്ന് പറഞ്ഞാൽ ഏകദേശം 1/2 കിലോ അരിയാണ്. ബസ്മതി റൈസാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീളമുള്ള റൈസാണ്. അതൊന്ന് തിളച്ച് വരുന്നതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മൾ നേരത്തെ പരട്ടി വെച്ചിരുന്ന ചിക്കൻ ഫ്രൈ എന്തായാലും ചെയ്തെടുക്കാം. പൊതുവെ എനിക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിനോടാണ് താല്പര്യം. അപ്പോൾ ആ ഒരു മണവും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി കിട്ടും. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ എല്ലാം ഒഴിച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ അരിഞ്ഞു വെച്ചിരുന്ന സവാളയും കാര്യങ്ങളും എല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. നല്ല കളറായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകും കൂടെ ചതച്ച് വെച്ചിരിക്കും നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് വഴറ്റി വരുമ്പോഴത്തേക്കും നല്ലൊരു സ്മെല്ലും കാര്യങ്ങളും ആവും. അതിലേക്ക് നമുക്ക് എന്നിട്ട് തക്കാളിയും കാര്യങ്ങളും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തക്കാളി ഏകദേശം 2 തക്കാളി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നേ. അത് അരിയും അതുപോലെ തന്നെ ചിക്കനും കൂടുതലാണെങ്കിൽ അതനുസരിച്ച് തക്കാളി എടുക്കാം. 2 തക്കാളി മേളിലാകുമ്പോഴത്തേക്കും അത്യാവശ്യം പുളിയും കാര്യങ്ങളാവും. അതുകൊണ്ട് ആവശ്യത്തിനുള്ള തക്കാളി മാത്രമേ നമ്മൾ നിലവിലെടുത്തിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ഇതിലേക്ക് ആവശ്യാനുസരണമുള്ള ഉപ്പും കാര്യങ്ങളും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ എന്തായാലും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഏകദേശം പരിപാടി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്കുള്ള നമ്മുടെ മല്ലിയില ചിലവർക്ക് ഇഷ്ടമായിരിക്കും, ചിലവർക്ക് ഇഷ്ടമല്ലായിരിക്കും. ഓരോ ആൾക്കാരുടെ താല്പര്യം അനുസരിച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് പൊതുവെ മല്ലിയിലയോട് താല്പര്യമാണ്, അതുകൊണ്ട് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേനും ഏകദേശം അതിൻ്റെ ഒരു ഗ്രേവി പോലെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് നമ്മൾ വീട്ടിൽ പൊടിച്ചിരുന്ന ഗരം മസാലയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഗരം മസാല ആഡ് ചെയ്യുമ്പോഴത്തേനും അത്യാവശ്യം നല്ലൊരു മണവും കാര്യങ്ങളും ആവും. എന്നിട്ട് ഒരു 5 മിനിറ്റ് കൂടെ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം സെറ്റാവും. നമ്മൾ അതിലേക്ക് 1-2 തുള്ളി നാരങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദമ്മ് സെറ്റ് ചെയ്യാനായിട്ടുള്ള ആദ്യത്തെ പടിയായിട്ടുള്ള ഫസ്റ്റ് ലെയർ നമ്മൾ ഇടുകയാണ് കേട്ടോ. ഇട്ടിട്ട് അതിലേക്ക് വേണം ബാക്കിയുള്ള നമ്മുടെ സവാള നല്ല രീതിയിൽ വറുത്ത് കോരി വെച്ചിരുന്ന സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പും കാര്യങ്ങളും എല്ലാം ഇട്ട് കൊടുക്കാം. ചെറി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറി നമ്മൾ അതിനകത്ത് സെർവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ചിക്കൻ്റെ ആ ഗ്രേവിയും ചിക്കനും എല്ലാം കൂടെ ഉള്ളത് നമ്മൾ ഇട്ട് കൊടുക്കാം. അത് ഏകദേശം കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫസ്റ്റ് ലെയർ കഴിഞ്ഞു. എന്നിട്ട് നമുക്ക് സെക്കൻഡ് ലെയറിൻ്റെ കാര്യങ്ങൾ എന്തായാലും സെറ്റ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ലെയർ നല്ല തിക്കായിട്ട് നമ്മൾ ചിക്കനും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആവശ്യാനുസരണമുള്ള ചിക്കനും കാര്യങ്ങളും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് രണ്ടാമത്തെ ലെയർ ഇടാം. രണ്ടാമത്തെ ലെയർ നമ്മൾ മാക്സിമം ചിക്കനൊന്നും ആഡ് ചെയ്തിരുന്നില്ല. രണ്ടാമത്തെ ലെയർ നല്ല രീതിയിൽ നമുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1/2 കിലോ അരി എന്ന് പറയുമ്പോഴത്തേന് അതിൻ്റെ രീതിയിലുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് വീണ്ടും നേരത്തെ ചെയ്തതുപോലെ തന്നെ വീണ്ടും അതിലേക്ക് നമ്മുടെ സവാള നല്ല രീതിയിൽ വറുത്ത് കോരി വെച്ചിരുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള സവാള നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് അണ്ടിപ്പരിപ്പും കാര്യങ്ങളും ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ നമ്മൾ രണ്ടാമത്തെ ലെയർ അത്യാവശ്യം നല്ല രീതിയിൽ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ മല്ലിയില ഇഷ്ടമായതുകൊണ്ട് നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ദമ്മിന് വേണ്ടി ഏകദേശം ഒരു 5 മിനിറ്റ് വെക്കാം കേട്ടോ. ദമ്മിന് 5 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ എടുക്കുകയാണ്. എടുത്തപ്പോഴത്തേനുണ്ടോ സംഭവം അടിപൊളിയായിട്ടുണ്ട്. നല്ല മണവും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. നല്ല ഒരു ഫീലുണ്ട്. നമുക്ക് ഇത് ഇനി വിളമ്പാനായിട്ട് എന്തായാലും പോവാം.
അപ്പോൾ ഞങ്ങൾക്ക് സ്നേഹിക്കും കുറച്ച് ദിവസമായിട്ട് നല്ല ആഗ്രഹമായിരുന്നു ദം ബിരിയാണി വെച്ച് കഴിക്കണം എന്ന്. അങ്ങനെ നമ്മൾ റെഡിയാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ പോരായ്മകളും കാര്യങ്ങളും കാണും. നമ്മുടെ ഇന്നത്തെ കാര്യങ്ങളും വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. ഞങ്ങൾ കുറേ ദിവസത്തെ ആഗ്രഹങ്ങളും അതിനെ വെച്ചിട്ടാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ദം ബിരിയാണി കേട്ടോ. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് നമുക്കത് റൈസും കാര്യങ്ങളും എല്ലാം കിട്ടി. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒന്ന് കഴിച്ചു നോക്കട്ടെ. കഴിച്ചിട്ട് എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ എന്തായാലും പറയാം. കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്, നല്ല മണമൊക്കെ ഉണ്ട്. അപ്പോൾ ആഗ്രഹം തോന്നുകയാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ വെച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഫുഡിൻ്റെ കാര്യം ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ല ആഗ്രഹം തോന്നുകയാണെങ്കിൽ കഴിക്കുക, അത്രയേ ഉള്ളൂ. അടിപൊളിയായിട്ടുണ്ട്.